നമസ്കാരം. പാകിസ്ഥാൻ്റെ ഭീകരവാദ ബന്ധം സർക്കാർ തലത്തിൽ മറനീക്കി പുറത്തു വരികയാണ്. എല്ലാവർക്കും അറിയാം പാകിസ്ഥാനിൽ എങ്ങനെയാണ് ഭീകരവാദികളും പാകിസ്ഥാൻ്റെ സർക്കാരും പ്രവർത്തിക്കുന്നതെന്ന്. രണ്ടുപേരും രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ പോലെയാണ്. അല്ലെങ്കിൽ ഇവിടെ ജുഡീഷ്യറിയും പാർലമെൻറ്റും ഒക്കെ പ്രവർത്തിക്കുന്നത് പോലെയാണ് പാകിസ്ഥാനിൽ ഭീകരവാദികൾ ഒരു പ്രത്യേക വിങ്ങാണ്. അവരുടെ ജുഡീഷ്യറിയെയും പാർലമെൻറ്റിനെയും ഒക്കെ പോലെ ഒരു വിങ്ങാണ്. പക്ഷേ അതിന് ഒളിവും മറയുമൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലം വരെ. പക്ഷേ ഇപ്പോൾ ആ ഒളിവും മറയുമൊക്കെ നീക്കി തങ്ങളൊരു ഭീകരവാദ രാജ്യമാണ് എന്ന് ലോകത്തിന് അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിൻ്റെ പേഴ്സണൽ അഡ്വൈസറായിട്ടുള്ള റാന സനാഉള്ള, പേഴ്സണൽ അസിസ്റ്റൻറ്റും അഡ്വൈസറുമൊക്കെ ആയുള്ള റാന സനാഉള്ള ലഷ്കർ ഇ തൊയ്ബയുടെ സ്ഥാപകനായ ഹാഫിസ് സയ്യിദിൻ്റെ മകൻ തൽഹാന സെയ്ദാണിപ്പോൾ ലഷ്കർ ഇ തൊയ്ബയുടെ പ്രധാനപ്പെട്ട ഒരു കമാൻഡൻറ്റ്. അപ്പോൾ തൽഹാന സെയ്ദുമായിട്ട് ചേർന്ന ഒരു ഫംഗ്ഷനിൽ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതും അതോടൊപ്പം തന്നെ ആ ഫംഗ്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് തൽഹാന സെയ്ദാണ്. ആ സെയ്ദിൻ്റെ ഫംഗ്ഷനിൽ നേരിട്ടെത്തുകയാണ് ഈ പറയുന്ന റാന സനാഉള്ള. ഒരു ഗ്ലോബൽ ടെററിസ്റ്റ് സംഘടനയുമായിട്ട് അടുത്ത ബന്ധമുണ്ട് എന്ന് പറയുന്നതിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും തനിക്കില്ല എന്ന തരത്തിൽ തന്നെയായിരുന്നു ഇയാളുടെ ഒരു പെരുമാറ്റം. അത്തരത്തിൽ പാകിസ്ഥാൻ തങ്ങളുടെ ഭീകരവാദ ബന്ധങ്ങളെ മറനീക്കി ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കുകയാണ്. ഈ അടുത്ത സമയത്താണ് അമേരിക്കയുടെ ഒരു റിപ്പോർട്ട് വന്നത്, അമേരിക്കൻ ഇൻ്റലിജൻസിൻ്റെ ഒരു റിപ്പോർട്ട് വന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദ സംഘടനയായ ഗ്ലോബൽ ടെററിസ്റ്റ് സംഘടനകളായ 13 സംഘടനകൾ പാകിസ്ഥാനിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഒരു ഭീകരവാദ രാജ്യമായി പ്രഖ്യാപിക്കണം എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ അമേരിക്കയിൽ നിന്ന് വന്നിരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ പശ്ചിമേഷ്യൻ യുദ്ധം നടക്കുന്നതുമായി ബന്ധപ്പെട്ട പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ സമാധാന ശ്രമത്തിലെ മുന്നണി പോരാളികളായിട്ട് നിശ്ചയിച്ചിരുന്നത് പാകിസ്ഥാനെയാണ്. അപ്പോൾ പാകിസ്ഥാനെ ഒരു കാരണവശാലും ഇതിലേക്ക് നിശ്ചയിക്കരുത് ആദ്യം തന്നെ ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. കാരണം പാകിസ്ഥാൻ ഒരു ഭീകരവാദ രാജ്യമാണെന്നും ഹമാസുമായി നേരിട്ട് ബന്ധമുണ്ട് എന്നും പീസ് ബോർഡിലടക്കം പാകിസ്ഥാനെ ഉൾപ്പെടുത്തിയതിനൊക്കെ ഇസ്രായേൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ട്രംപിനായിരുന്നു അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആഗ്രഹം പാകിസ്ഥാനെ ഇതിലേക്ക് ഉൾപ്പെടുത്തണമെന്ന്. കാരണം ട്രംപിന് എന്തെങ്കിലും തരത്തിൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ പാകിസ്ഥാനോടാണ് എളുപ്പം. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഭീകരവാദ രാജ്യം എന്ത് പണിയും ചെയ്തോളും അമേരിക്കയ്ക്ക് വേണ്ടി എന്ന ഒരു ധാരണ നിലവിലുണ്ട്. അത് സത്യവുമാണ്. കാരണം ആദ്യകാലം മുതൽ തന്നെ ഇപ്പോൾ ലഷ്കർ ഇ തൊയ്ബ അവിടെ അഫ്ഗാനിസ്ഥാൻ രൂപം കൊള്ളുവാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. അതായത് റഷ്യൻ ചേരിയിൽ നിന്നുള്ള അഫ്ഗാനിസ്ഥാൻ രാജാവിനെ അവിടെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അമേരിക്ക ഒരു ശ്രമം നടത്തി. ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ പാകിസ്ഥാൻ പ്രവർത്തിക്കുകയും അതിൻ്റെ ഒരു രീതിയിലാണ് ലഷ്കർ ഇ തൊയ്ബ അവിടെ ഉണ്ടാകുന്നതൊക്കെ. അപ്പോൾ അത്തരത്തിൽ പാകിസ്ഥാൻ വളരെ നല്ല രീതിയിൽ കൈയയച്ച് അമേരിക്കയെ സഹായിക്കുകയായിരുന്നു. അമേരിക്ക നടത്തുന്ന ഏതൊരു ശ്രമങ്ങളും അതിന് തിരിച്ചും പ്രത്യുപകാരവുമുണ്ട്. അമേരിക്കയാണ് ഒരു കാലഘട്ടത്തിൽ പാകിസ്ഥാൻ്റെ എല്ലാ സൈനിക ആയുധങ്ങളും സപ്ലൈ ചെയ്തത്. പാകിസ്ഥാന് വേണ്ടിയിട്ടുള്ള എല്ലാ ആയുധങ്ങളും സപ്ലൈ ചെയ്തതിന് പിന്നിൽ അമേരിക്കയായിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് തിരിച്ച് പാകിസ്ഥാൻ അതേപോലെ തന്നെ നന്ദിയും കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ അമേരിക്ക പാകിസ്ഥാനെ തള്ളിക്കളയുന്നുണ്ട്. അതിനുശേഷമാണ് അവിടുത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായ ഖ്വാജ ആസിഫ് തങ്ങളെ ഒരു ടോയ്ലറ്റ് പേപ്പർ പോലെ അമേരിക്ക വലിച്ചെറിയുകയായിരുന്നു. 2000-ലൊക്കെ പാകിസ്ഥാൻ ആ ഒരു രീതിയിൽ, അതായത് പാകിസ്ഥാനെ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റാത്ത രീതിയിലാണ് അമേരിക്കയെ സഹായിച്ചത്. അതായത് താലിബാൻ നേതൃത്വത്തെയൊക്കെ അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ട്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ട് പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തി. അതിനു വേണ്ടിയിട്ട് ജീവൻ വരെ പലപ്പോഴും പാകിസ്ഥാൻ കൊടുത്തിട്ടുമുണ്ട്. എന്നിട്ടും പാകിസ്ഥാനെ തള്ളിക്കളയുകയായിരുന്നു എന്ന് പരാതിപ്പെടുകയായിരുന്നു പാകിസ്ഥാൻ്റെ പ്രതിരോധ വകുപ്പ് മന്ത്രി. അപ്പോൾ ആ തരത്തിൽ പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് സഹായം ചെയ്തു കൊടുത്തു എങ്കിലും പാകിസ്ഥാനെ ഒരു ഘട്ടത്തിൽ അവിടുത്തെ സത്യം ലോകത്തിന് വെളിവാകണമല്ലോ, സത്യം തിരിച്ചറിയണമല്ലോ, അതിൻ്റെ ഒരു ഒക്കെ അടിസ്ഥാനത്തിൽ, അതോടൊപ്പം തന്നെ പാകിസ്ഥാനെ ഇനി കൂടെ നിർത്താൻ കഴിയില്ല എന്നൊക്കെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ ഒരു ഭീകരവാദ രാജ്യമാണെന്ന് അമേരിക്കയും സമ്മതിച്ചു. ഈ അടുത്ത സമയത്ത് ഈ പശ്ചിമേഷ്യൻ യുദ്ധവുമായി ബന്ധപ്പെട്ട സമാധാന ചർച്ചയിൽ വീണ്ടും പാകിസ്ഥാനെ കൊണ്ടുവരികയായിരുന്നു, മുൻ സൂചിപ്പിച്ചതുപോലെ. അപ്പോൾ പാകിസ്ഥാനെ കൊണ്ടുവരുന്ന കാര്യത്തിലും അമേരിക്കയുടെ ഇൻ്റലിജൻസിന് ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. അതിന് കാരണമായിട്ട് അവർ പറഞ്ഞത് അസിം മുനീറിന് 2016 മുതൽ തന്നെ ഇറാൻ്റെ ഇൻ്റലിജൻസുമായിട്ട് വളരെയധികം അടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാനെ സഹായിക്കുന്നതിന് തുല്യമാകും പാകിസ്ഥാനെ ഇതിലേക്ക് ഉൾപ്പെടുത്തിയാൽ. വാസ്തവത്തിൽ ഇറാനും പാകിസ്ഥാനോട് വലിയ താല്പര്യമൊന്നുമില്ല. അടുത്ത സമയത്ത് ഇറാൻ തന്നെ പാകിസ്ഥാൻ്റെ ബലൂചിസ്ഥാൻ മേഖലകളിലേക്ക് ആക്രമണം നടത്തി. അതിൻ്റെ പിന്നിലും ഈ അസിം മുനീറിനൊക്കെ വളരെ വലിയ പങ്കുണ്ട്. അസിം മുനീർ ഒരു വ്യക്തിപരമായ ഒരു ബിസിനസ്സുകാരനും കൂടെ ആയതുകൊണ്ട്, ഒരു കച്ചവടക്കാരനും കൂടെ ആയതുകൊണ്ട്
അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുവാനായിരുന്നു അസീം മുനീർ താല്പര്യപ്പെട്ടിരുന്നത്. ഇറാനെ ഒപ്പം ചേർത്ത് നിർത്തുവാനായിരുന്നു താല്പര്യപ്പെട്ടിരുന്നത്. എന്തായാലും ആ തരത്തിൽ അമേരിക്ക ഒരു കാരണവശാലും അസീം മുനീറിനെയോ അവരുടെ പാകിസ്ഥാനെയോ വിശ്വസിക്കരുത് എന്ന് ട്രംപിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നടന്ന 2 ചർച്ചകളും അലസിപ്പോയി പാകിസ്ഥാൻ വീണ്ടും കടക്കെണിയിലാകുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിൽ പാകിസ്ഥാൻ വളരെയധികം ഒറ്റപ്പെടുകയും ഈ ഭീകരവാദികളെ വീണ്ടും പാലൂട്ടി വളർത്തുന്ന ഒരു ശ്രമം തന്നെയാണ് പാകിസ്ഥാൻ നിരന്തരം നടത്തിക്കൊണ്ടിരുന്നത്. ഈ സമാധാന ചർച്ചകൾ ഏർപ്പെടുന്ന സമയത്ത് പോലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭീകരവാദികൾ അവർക്ക് വലുതാണ്. സൈന്യത്തിലെ സൈനിക തലവന്മാർ മരിക്കുമ്പോഴും അതോടൊപ്പം തന്നെ സൈന്യവുമായി ബന്ധപ്പെട്ട എന്തു പ്രധാനപ്പെട്ട ചടങ്ങുകളിലും മറ്റും ഈ ഭീകരവാദികളെ വിളിച്ചു വരുത്തിക്കൊണ്ട് അവരെ ആദരിക്കുകയും ഒക്കെ ചെയ്യുന്നത് പാകിസ്ഥാൻ്റെ ഒരു പതിവ് കാഴ്ച തന്നെയാണ്. ഭീകരവാദികൾ അവർക്ക് യഥേഷ്ടം ഒരു ഒളിവും മറയും ഇല്ലാതെ പാകിസ്ഥാനിൽ സഞ്ചരിക്കുവാനും കഴിയും. പാകിസ്ഥാൻ്റെ സൈനിക താവളത്തിന് അബാട്ടാബാദിന് വളരെ അടുത്തായിട്ടാണ് ഒസാമ ബിൻ ലാദൻ പോലും കഴിഞ്ഞുകൂടിയിരുന്നത്. അതൊക്കെ തന്നെ ഇതിന് ഏറ്റവും വലിയ തെളിവായിട്ട് ലോകം കണക്കാക്കുന്നുമുണ്ട്. അങ്ങനെ പാകിസ്ഥാൻ എന്ന ഭീകരവാദ രാജ്യം ഇത്തരത്തിൽ എല്ലാ തരത്തിലും ഭീകരവാദികളെ ഒപ്പം കൂട്ടുന്ന രാജ്യമാണെങ്കിലും ചെറിയ ഒളിവും മറയും ഒക്കെ പല കാര്യങ്ങളിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒളിവും മറയുമൊന്നുമില്ല. പ്രധാനമന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റൻ്റ്, പ്രധാനമന്ത്രിയുടെ അഡ്വൈസർ നേരിട്ട് തന്നെ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയും, അതായത് ഈ ഭീകരവാദികളുടെ അടുത്തേക്ക് പോവുകയും അവരുമായി ആശയങ്ങൾ പങ്കിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ എന്തിനും തയ്യാറായിട്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇരിക്കുന്നത് എന്നർത്ഥം. പാകിസ്ഥാനെ ഈ രീതിയിൽ തുറന്നു വിടുന്നതും കെട്ടഴിച്ചു വിടുന്നതും ഒരിക്കലും ലോക സുരക്ഷയെ സംബന്ധിച്ച് ശരിയായ ഒരു കാര്യമേ അല്ല. പാകിസ്ഥാൻ എന്ന രാജ്യം ഉടനടി തന്നെ 3ആയിട്ട് വിഭജിക്കപ്പെടുകയും ഈ ഭീകരവാദികളെല്ലാം തന്നെ തച്ചുടയ്ക്കുവാനുള്ള എല്ലാ പദ്ധതികളും ആവിഷ്കരിക്കപ്പെട്ട് കഴിഞ്ഞു. ഇസ്രായേൽ അരയും തലയും മുറുക്കിയാണ് ആദ്യം തന്നെ ഇറങ്ങിയത്. ഹമാസിനെതിരെയുള്ള യുദ്ധമായിരുന്നു ആദ്യം നടത്തിയതെങ്കിൽ അപ്പോൾ തന്നെ ഇസ്രായേൽ പറയുന്നുണ്ടായിരുന്നു ഇത് ഭീകരവാദികൾക്ക് എതിരെ നടത്തുന്ന യുദ്ധത്തിൻ്റെ തുടക്കം മാത്രമാണ്. അതിനുശേഷം അവർ നൈജീരിയയിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളെ, ബോക്കോ ഹറാമിനെതിരെയൊക്കെയുള്ള നിരന്തര പോരാട്ടങ്ങളിലേക്ക് പോയി. അതോടൊപ്പം തന്നെ ഹിസ്ബുള്ളയെ അമർച്ച ചെയ്യുവാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. അടുത്ത പാകിസ്ഥാനിലേക്ക് തന്നെയാണ് ഇതിൻ്റെ തുടർച്ചയായി വരാൻ പോകുന്നത്. കാരണം ഭീകരവാദികളെ ഉന്മൂലനം ചെയ്താൽ മാത്രമേ ലോകത്തിൻ്റെ സമാധാനം നമുക്ക് ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഇസ്രായേലിനറിയാം. അതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ഭാരതവും ഈ പ്രശ്നത്തിൽ, അതായത് ഇറാൻ പ്രശ്നത്തിൽ വളരെയധികം ഒന്നും ഇടപെട്ടില്ല എന്ന് വിചാരിച്ച് ഭാരതത്തിന് ഇതിനകത്ത് പങ്കില്ല എന്നല്ല. ഇറാൻ്റെ ഭീകരവാദികളെയും അതോടൊപ്പം തന്നെ ലോക ഭീകരവാദത്തെ അമർച്ച ചെയ്യുന്നതിനും ഭാരതം മുന്നേ തന്നെ ഉണ്ട്. അത് ഇസ്രായേലുമായി ചേർന്നാണെങ്കിലും അമേരിക്കയുമായി ചേർന്നാണെങ്കിലും ഏത് രാജ്യവുമായി ചേർന്നാണെങ്കിലും ഈ ഭീകരവാദികൾക്കെതിരെയുള്ള നിരന്തര പോരാട്ടത്തിൽ ഈ പാകിസ്ഥാനെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ അമർച്ച ചെയ്യുന്ന ഒരു കാര്യത്തിൽ ഇന്ത്യയും ഇവർക്കൊപ്പം തന്നെയുണ്ട്. പാകിസ്ഥാനിൽ അടുത്ത സമയത്ത് നടക്കാൻ പോകുന്ന പാകിസ്ഥാനിലെ ഭീകരവാദികൾക്കെതിരെ നടത്തുന്ന യുദ്ധത്തിലും ഇന്ത്യ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യ ഇവർക്കെതിരെ ശക്തമായ യുദ്ധം മുന്നണിയിൽ തന്നെ ഉണ്ടാകും. അതോടൊപ്പം തന്നെ സർജിക്കൽ സ്ട്രൈക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാകിസ്ഥാനെതിരെ നടത്തുവാനുള്ള പദ്ധതി ഇടുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചിട്ടില്ല. അതൊക്കെ കൊണ്ട് തന്നെ ബലൂചിസ്ഥാൻ ഒരു പ്രത്യേക രാജ്യമായി പാകിസ്ഥാനിൽ മാറും. അതോടൊപ്പം തന്നെ മധ്യഭാഗത്തേക്ക് വരുന്ന പഞ്ചാബ് സിന്ധ് പ്രവിശ്യ മറ്റൊരു ഭാഗമായിട്ട് മാറും. ഇന്ത്യയ്ക്കൊപ്പം POKയും ചേർന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതോടുകൂടി പാകിസ്ഥാൻ അടിമുടി ശിഥിലീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കായിരിക്കും പോകുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇനി ഭീകരവാദികൾ തങ്ങളോടൊപ്പം ഉണ്ടെന്നോ സർക്കാരിനോടൊപ്പം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഞങ്ങളും അവർക്കും ഒരുമിച്ചാണെന്നോ കാണിക്കുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. എന്തായാലും ഈ ഭീകരവാദികളെയും പാകിസ്ഥാനെയും ഒന്നടങ്കം ഒരുമിച്ച് ഇല്ലാതായി തീർന്നാലേ പറ്റുള്ളൂ. കാരണം ഈ ഭീകരവാദ രാജ്യം ഇനി നിലനിൽക്കാൻ പാടില്ല എന്നതാണ് ലോകത്തിൻ്റെ അഭിപ്രായം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.